ഡാനിയൽ മാത്യുവിനെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തെയാക്കുന്നു പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ഇപ്പോഴേ കാനഡയിൽ തൻ്റെ മകളെ വിസിറ്റ് ചെയ്യുന്ന സമയമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പാസ്റ്റർ ജോൺ വത്സലൻ എന്നെ സമീപിച്ചപ്പോൾ അത് പറഞ്ഞത്. എൻ്റെ അമ്മാച്ചൻ്റെ, അതായത് എൻ്റെ അങ്കിൾ, എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മകനാണ് പാസ്റ്റർ ഡാനിയൽ മാത്യു. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളെല്ലാം യാക്കോബ പള്ളിക്കാരായിരുന്നു. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഞങ്ങളുടെ കുടുംബങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവർ മർത്തോമയിലോട്ട് മാറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിഷമമായി. അമ്മാച്ചന് അല്പം വെളിച്ചം കിട്ടിയപ്പോൾ മർത്തോമയിലോട്ട് മാറി. അതിനുശേഷം അവർ പെൻ്റെക്കോസ്തൽ വിശ്വാസത്തിലോട്ടും ഞങ്ങളും പെൻ്റെക്കോസ്തൽ വിശ്വാസത്തിലോട്ട് ദൈവത്തിൻ്റെ കൃപയാൽ വരുവാനിടയായി. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ അങ്കിള് അവിടെ കൊച്ചിയിൽ ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സ് ലിമിറ്റഡ് HIL ഉദ്യോഗമണ്ഡലത്തിലുള്ള അവിടെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം റിട്ടയർ ആയപ്പോൾ ആ ഒഴിവിലേക്ക് ഡാനിയൽ മാത്യു, ഞാൻ വിളിക്കുന്നത് ഷായിച്ചാൻ എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹത്തിന് അവിടെ ജോലി കിട്ടി. എന്നാൽ അധികം നാളുകൾക്ക് തേക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഏർലി റിട്ടയർമെൻ്റ് ആണെന്ന് തോന്നുന്നു. വർഷങ്ങൾ അതിനൊന്നും ആയി കാണത്തില്ല. അതുപോലെ തന്നെ എളുപ്പം ഇറങ്ങി ദൈവവേലയ്ക്കായിട്ട് പൂർണ്ണ സമയം താനെ അതിൽ സമർപ്പിക്കാനിടയായി. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൈവസന്നിധിയിലുള്ള തീരുമാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐ എം വെരി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് ഹിം. ഗോഡ് ബ്ലസ് അസ്. ഇപ്പോൾ അതുകൂടെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ IPCയുടെ ദീർഘകാല ശുശ്രൂഷകനാണ് അദ്ദേഹം. ഇപ്പോൾ തിരുവനന്തപുരത്താണ്. കൂടുതൽ ഡീറ്റെയിൽസ് പാസ്റ്റർ ഡാനിയൽ മാത്യു തന്നെ പറയുന്നതായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞോളൂ, കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ പാസ്റ്ററെ? കേൾക്കാമല്ലോ? അതെ അതെ പാസ്റ്റർ, കേൾക്കാം. ദൈവിക തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന അഭിഷിക്തരായ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ, കുടുംബങ്ങൾ, ഈ സൂം മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെയൊരു സൂം മീറ്റിങ്ങിൽ ഇന്ത്യൻ ടൈമിൽ രാവിലെ 6 തൊട്ട് 7 മണി വരെയുള്ള ടൈമിങ്ങിൽ ഇങ്ങനെ സൂം മീറ്റിൽ പങ്കെടുക്കുവാൻ, ചിക്കാഗോ പ്രയർ ലൈൻ ഈ സൂം മീറ്റിൽ പങ്കെടുക്കുവാൻ ദൈവമക്കൾ ഒന്നിച്ച് അടിയങ്ങൾക്കും പങ്കെടുക്കുവാൻ കർത്താവെന്ന കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ എന്നെക്കുറിച്ച് എൻ്റെ ബ്രദർ റിജി കോശി, എൻ്റെ ബ്രദർ അഭിഷിക്തൻ റിജി കോശി എന്നെക്കുറിച്ച് മുഖവുരയായി എന്നെ പരിചയപ്പെടുത്തിയല്ലോ. അതിനായി ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ഈ നിമിഷം വരെ എനിക്ക് വേണ്ടി ആത്മീയമായും ഭൗതികമായും എന്നെ കൈത്താക്കൽ എന്ന് നടത്തുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. കർത്താവിന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രയർ മീറ്റ് ലീഡ് ചെയ്യുന്ന കർത്തദാസൻ അനീഷ് പാസ്റ്റർ ചിക്കാഗോ, ക്ഷമിക്കണം, ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന പാസ്റ്റർ അനീഷ് പാസ്റ്റർ ചിക്കാഗോ, ഈ പ്രയർ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്തദാസൻ പാസ്റ്റർ ജോൺ വത്സലൻ, ഇവരെല്ലാം ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കേരളത്തിൽ നിന്ന് കാനഡയിലേക്ക് കുടുംബമായിട്ട് കടന്നു വന്നത്. ഒരു 3-4 മാസം, ഏകദേശം ഈ ഡിസംബർ ലാസ്റ്റ് വരെ ദൈവനിച്ചാൽ ഇവിടെ കാണും. ദൈവമക്കൾ ഞങ്ങളെ ഓർത്ത്, കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കണമേ. എൻ്റെ പേര് ഡാനിയൽ മാത്യു എന്നാണ് ഒഫീഷ്യൽ നെയിം. വീട്ടിൽ വിളിക്കുന്നത് ഷാജി എന്നാണ്. എൻ്റെ ഇളയ സഹോദരൻ കർത്തദാസൻ റിജിക്കോശി പറഞ്ഞതുപോലെ ഞങ്ങൾ യാക്കോബ പാത്രികീസ് പാരമ്പര്യത്തിൽ ആയിരുന്നു. അത് പോരാ, ആ വെളിച്ചം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അതിലും വലിയ വെളിച്ചമായ മാർത്തോമ സഭയിലേക്ക് പോയി. മാർത്തോമ സഭയിൽ നിന്നാണ് ഞങ്ങൾ ബന്ധുക്കോസ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. കുറച്ച് നാൾ കഴിയും മുമ്പ് തന്നെ
റിജി കോശിയുടെ കുടുംബത്തിലെ എല്ലാവരും, ഒരു കുടുംബവും നഷ്ടപ്പെടാൻ കഴിയാത്തവണ്ണം എല്ലാവരും ഈ ദൈവത്തിന്റെ കൃപയിലേക്ക് കടന്നു വന്നതിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ 15 വർഷം സ്വന്തം നാട്ടിലായിരുന്നു കർത്താവിന് വേല ചെയ്തത്. ആ 15 വർഷങ്ങളിൽ 2 സഭകൾ സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം കൃപ നൽകി, സ്ഥാപിക്കാൻ ദൈവം കൃപ നൽകി. അതിനുശേഷം കോട്ടയം കളത്തിൽപ്പടി, വടവാതൂർ കളത്തിൽപ്പടി എന്ന സ്ഥലത്ത് അവിടുന്ന് വീണ്ടും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ നാട്ടിൽ നിന്ന് വീണ്ടും ഞാൻ പാലക്കാട്, മലബാർ സ്ഥലങ്ങളിലായിരുന്നു. ഇപ്പോൾ 6 വർഷമായിട്ട് ട്രിവാൻഡ്രത്താണ്. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം തമിഴ്നാട് ബോർഡർ ആയിരിക്കുന്ന ഊരമ്പ് എന്ന കളിക്കവിള റോഡിൽ അവിടെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ട്രിവാൻഡ്രം പുഞ്ചക്കരി എന്ന സ്ഥലത്ത് IPC ചർച്ചിലാണ് ഇപ്പോൾ ഞാൻ ഏകദേശം 26 വർഷം പുഞ്ചക്കരി സഭയിലാണ് ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത്. ഏകദേശം ഒരു 25 വർഷത്തിന് മേലായി ഈ ശുശ്രൂഷയിലായിരിക്കുന്നത്. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി ദൈവത്തിൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എൻ്റെ മുന്നിൽ സൂമിറ്റിൽ പങ്കെടുക്കുന്ന അഭിഷിക്തരായ ദൈവാസന്മാർ, ദൈവമക്കൾ എന്നേക്കാൾ വളരെ പ്രാഗൽഭ്യമുള്ളവരാണെന്ന് എനിക്കറിയാം. എങ്കിലും നമുക്ക് ഒന്നിച്ച് ചേർന്ന് ചില മിനിറ്റുകൾ കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പകൽ സമയം, ഇന്ത്യൻ ടൈം ആയിരിക്കുന്ന പകൽ, ഈ പ്രഭാതത്തിൽ എനിക്ക് തന്നിരിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഈ ദൈവത്തിന്റെ വചനമാണ് പരിശുദ്ധാത്മാവ് ഇന്നലെ രാത്രിയിൽ എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചത്. ഈ സൂം മീറ്റിംഗ് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സ്വല്പസമയം ദൈവത്തിന്റെ വചനം സംസാരിക്കണമെന്ന് അങ്ങനെ ഒരു കാര്യം ക്രമീകരണം വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു വചനമാണ്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ കരങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യാമല്ലോ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു കേൾക്കാമല്ലോ അല്ലേ? ഹലോ, കേൾക്കാം. ഈ വചനം എൻ്റെ ഹൃദയത്തിനകത്ത് ആഴമായി ഇറങ്ങി. ഈ ചിക്കാഗോ ദൈവസഭ ചിക്കാഗോ ഈ പ്രയർ മീറ്റിംഗിനെ കുറിച്ചും ഇപ്പോൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളും പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തോട് സംസാരിച്ചായിരുന്നു. അത് സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിനെ ഇവിടെ കാണിക്കുന്നു. നമ്മളത് 15-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിനെ ഇവിടെ കാണിക്കുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെ നീക്കിക്കളയും എന്ന് അവിടെ വീണ്ടും പറയുന്നു. അധികം ഫലം കായ്ക്കണമെങ്കിൽ ചെത്തി പിടിപ്പാക്കണം. അധികം ഫലം കായ്ക്കണമെങ്കിൽ ചെത്തി പിടിപ്പാക്കണം എന്നുള്ള വിഷയം നമ്മൾ 15-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ കാണാം. ദൈവവചനത്താൽ നാം ശുദ്ധിയുള്ളവരായി തീരും. യേശു ക്രിസ്തു ഇല്ലാതെ നമുക്കൊന്നും സ്വന്തമായി ചെയ്യുവാൻ കഴിയുന്നില്ല എന്നുള്ള ചില വിഷയങ്ങൾ 15-ാം അധ്യായം 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നിൽ അത് മനസ്സിലാക്കി തന്നു. സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തു, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകൾ നീക്കിക്കളയും, അധികം ഫലം കായ്ക്കണമെങ്കിൽ ചെത്തി വെടിപ്പാക്കണം, ദൈവവചനത്താൽ നാം ശുദ്ധിയുള്ളവരായി തീരുന്നു, യേശു ക്രിസ്തു ഇല്ലാതെ നമുക്കൊന്നും സ്വന്തമായി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ തന്നെ 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ എന്നോട് ദൈവപരിശുദ്ധാത്മാവ് സംസാരിച്ചത്, നിങ്ങൾ എന്നിലും ക്രിസ്തുവാണ് അടിസ്ഥാനം, വചനം നിങ്ങളിലും നമ്മളിലും. വചനത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും വേണം, നിങ്ങൾ അപേക്ഷിക്കുന്നത് ലഭിക്കും. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ അപേക്ഷിക്കുന്നത് ലഭിക്കും. അതാണ് ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ അപേക്ഷിക്കുന്നത് എന്തെങ്കിലും, അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിനകത്ത് ചില കാര്യങ്ങൾ കടപ്പാട്. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ വചനം പഠിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരുപാട് വിഷയങ്ങൾ കിടപ്പുണ്ട്.
യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വല്ലാതെ യാചിക്കായകൊണ്ടൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം, യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ എന്നാൽ കണ്ടത് മുട്ടുവിൻ തുറക്കപ്പെടും എന്നുള്ള വാക്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ യാചിക്കുന്നത് എല്ലാം ലഭിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പ്. ഇതിനകത്തുള്ള വിഷയം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തോട് സംസാരിച്ചത് ക്രിസ്തുവുമായിട്ട് നാം എങ്ങനെ ആയിരിക്കുന്നു എന്ന് വെച്ചാൽ ചെത്തി വെടിപ്പാക്കുന്ന ഒരു വിഷയം ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ചെത്തി വെടിപ്പാക്കുന്ന വിഷയം ക്രിസ്തു നമ്മൾ എങ്ങനെയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കുറ്റങ്ങളും കുറവുകളും പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും രോഗദുഃഖങ്ങളും കടഭാരങ്ങളും സകലതൊക്കെ കടന്നു വരുമ്പോഴും ജോലിയുടെ വിഷയത്തിൽ, കുടുംബ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ബന്ധത്തിൽ പല വിഷയങ്ങളൊക്കെ പല രീതിയിലും കടന്നു വരുമ്പോഴും നമ്മളെ ഓരോ രീതിയിലും ശത്രുവായവൻ പല രീതിയിൽ നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന വാഗ്ദത്തം നിറവേറുവാൻ അത് നമ്മൾ പ്രാപിക്കുവാനായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുവാൻ നമ്മളെ ഓരോ രീതിയിലും ശോധനയാൽ ചെത്തി വെടിപ്പാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നു. ആ സമയത്ത് നമ്മൾ ക്ഷമയുള്ളവരും നമ്മൾ ക്ഷമയോടെ ആ കർത്താവിന്റെ മുന്നിൽ ദൈവവചന അടിസ്ഥാനത്തിൽ നിന്ന് കഴിയുമ്പോൾ കർത്താവ് നമ്മൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഉടൻ ലഭിച്ചില്ല എങ്കിലും താമസിച്ച് ലഭിച്ചാലും അത് നേരത്തെ ലഭിച്ചാലും ആദ്യമെങ്കിൽ കയ്പാണെങ്കിലും അന്തിമ മധുരമത്രേ. നാം ക്ഷമയോടെ ഇരിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് വാഗ്ദത്തം കർത്താവ് നമുക്ക് തരും. ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും അങ്ങനെയുള്ള ആ വാക്യത്തിനകത്ത് പല ചിന്തകൾ കിടപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് കൂടി കിടക്കുന്നില്ല. നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിലുള്ള വിഷയമാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപേക്ഷിപ്പിൻ. അപേക്ഷിക്കുന്നത് എല്ലാം ലഭിക്കുമോ ഇല്ലയോ? നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അപേക്ഷിക്കുന്നത് എല്ലാം ലഭിക്കണമെന്നില്ല. പക്ഷേ ചിലപ്പോൾ എല്ലാം ലഭിച്ചേക്കാം. ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് പലതും ലഭിക്കാതെ ഇരിക്കാം. പലതും ദൈവഹിതമാണെങ്കിൽ ലഭിക്കോ, പലത് ദൈവഹിതം അല്ലെങ്കിൽ ലഭിക്കും. അങ്ങനെയുള്ള പഠനങ്ങൾ ബൈബിൾ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ഈ സൂം മീറ്റിംഗിലായിരിക്കുന്ന ദൈവമക്കളോട്, ദൈവദാസന്മാരുടെ കുടുംബങ്ങളോട്, കൂടിയിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളിൽ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് എന്താണെന്ന് നാം ആത്മാവിൽ കണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിന്റെ തടസ്സങ്ങൾ നീക്കുവാൻ നമ്മളിലുള്ള കൃപയും കൃപാവരങ്ങളും ജ്വലിപ്പിച്ചുകൊണ്ട് കൃപയും കൃപാവരം ജ്വലിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവേശുവിനാൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പരിശുദ്ധാത്മാവ് എന്നോട് ഈ സമയത്ത് എന്നോട് സംസാരിക്കുന്നത്. വെച്ചാൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം പൂർണ്ണമായും അത് അനുസരണത്തോടെ നാം അത് ചെയ്തെടുക്കണം. അതിനകത്ത് ബ്ലോക്കുകൾ സംഭവിക്കാം, പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ കൃപാവരങ്ങൾ കത്തി ജ്വലിക്കണം. ആദിമസഭയിൽ, ഞാൻ വിഷയത്തിൽ മാറിപ്പോകുകയില്ല, എന്നുള്ള ദൂതാണ് ഞാൻ പറയുന്നത്. ആദിമസഭയിൽ ഉണ്ടായിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ, ദൈവസഭയിൽ, നമ്മുടെ കൂട്ടായ്മയിൽ നടക്കണം. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു വിഷയം എന്നോട് സംസാരിക്കുകയാണ്. നമുക്കറിയാം ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഒരു ഏലിയാവ് യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ അവിടെ ഒരു വിഷയം പറയുന്നുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഞാൻ പറയും എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് ലഭിക്കുന്ന വിഷയത്തിൽ നിന്നാണ് നിൽക്കുന്നത്. ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു വിഷയമാണ് ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുമ്പോൾ അവിടെ ഏലിയാവിനെ കുറിച്ച് പറയുമ്പോൾ 1 രാജാക്കന്മാർ പുസ്തകം 17, 18, 19 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവിനോട് ദൈവം കൊടുക്കുന്ന ഒരു ദൂതുണ്ട്. ഇസബേൽ കൊട്ടാരത്തിന് നേരെ, അല്ലെ ആഹാബിനോട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഒന്നും പെയ്യുകയില്ല എന്ന് പറയുമ്പോൾ
അവിടെ ഹല്ലേലൂയ സ്തോത്രം, ആ ദൂത് പറഞ്ഞ ശേഷം 3 രീതിയിലുള്ള വിഷയങ്ങൾ, മൂന്ന് രീതിയിലുള്ള ഘട്ടങ്ങൾ ഏലിയാവിന് അനുഭവിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ഏലിയാവിനോട് ദൈവം പറഞ്ഞ ദൂത് അത് ആഹാബിനോട് അല്ലെങ്കിൽ ഇസബേലിന്റെ കൊട്ടാരത്തോട് ആഹാബിനോട് അത് വിളിച്ചു പറഞ്ഞപ്പോൾ ആ ദൂത് പ്രാബല്യത്തിൽ വരുവാൻ, താൻ അപേക്ഷിച്ച കാര്യങ്ങൾ നടക്കുവാൻ, ദൂത് പ്രാപിച്ചു വരുവാൻ 3 വിധ ഘട്ടങ്ങൾ ഏലിയാവ് അഭിമുഖീകരിക്കേണ്ടി വന്നു. നമ്മളെ യാക്കോബ് അപ്പോസ്തലൻ ലേഖനത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, അവൻ മഴയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. ആ അപേക്ഷിച്ച വിഷയത്തിന്മേൽ 3.5 വർഷം, ഹല്ലേലൂയ, 3 വർഷവും 6 മാസവും, 3 സംവത്സരവും 6 മാസവും അങ്ങനെ കണക്കോടെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവിടെ മഴ പെയ്യുന്നു, ധാന്യങ്ങൾ വിളയുന്ന വിഷയം പറഞ്ഞു. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ ആ വിഷയം എഴുതിയപ്പോൾ, 1 രാജാക്കന്മാർ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഏലിയാവിനെ ദൈവം പഠിപ്പിക്കുന്ന ആദ്യത്തെ വിഷയം, കെരീത്ത് തോട്ടിലെ ഏലിയാവിന്റെ യഹോവ എന്റെ ദൈവം, യഹോവ എന്റെ ദൈവം. കെരീത്ത് തോട്ടിലെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഉറവയുണ്ട്, കാക്ക അപ്പ ഉറച്ചു കൊടുക്കും. ഏലിയാവിന് ദൈവം ഒരു പരീക്ഷണ ഘട്ടത്തിൽ കൂടി കടത്തിക്കൊണ്ടുപോവുകയാണ്. പിന്നെ പോറ്റി പുലർത്തുന്ന വിധം മനുഷ്യരിൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. ഹല്ലേലൂയ. ഒരു വ്യത്യസ്ത അനുഭവത്തിൽ കൂടി ഏലിയാവിനെ കടത്തിക്കൊണ്ടുപോയി കെരീത്ത് തോട്ടിലെ അനുഭവത്തിൽ യഹോവ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. രണ്ടാമത് സാറഫാത്തിലെ വിധയുടെ വീട്ടിൽ കൊണ്ടുചെന്ന ദൈവം യഹോവ ആരാണെന്ന് രുചിച്ചറിയുവാൻ, രോഗബന്ധനത്തെ, മരണകരമായ വിഷയത്തെ അത് വിടൽ കൊടുക്കുവാൻ, അംഗീകരിക്കാൻ പറ്റാത്ത വിഷയം, ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷയം സാറഫാത്ത് വിധയുടെ വീട്ടിൽ കൊണ്ടുപോയി യഹോവ ആരാണ് രുചിച്ചറിയുവാൻ, ആ യഹോവ നിമിത്തമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെയും ദൈവം ഏലിയാവിനെ പഠിപ്പിച്ചു. 3-ാമത്തെ ഘട്ടത്തിൽ കർമ്മേൽ പർവ്വതത്തിൽ, കർമ്മേൽ തോട്ടത്തിൽ യഹോവയുടെ ആരാധന വെളിപ്പെടുത്തി. ഹല്ലേലൂയ. കർമ്മേൽ പർവ്വതത്തിൽ യഹോവയുടെ ആരാധന വെളിപ്പെടുത്തി. ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഏലിയാവ് താൻ പറഞ്ഞ ദൂതിലേക്ക് മടങ്ങി വന്നു. താൻ ആഹാബിനോട് വീണ്ടും പറയാണ്, ഇവൻ ഒരു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചില ബ്രാക്കറ്റ് പീരീഡ് കർത്താവ് നൽകിയിട്ടുണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം. ചില ബ്രാക്കറ്റ് പീരീഡ്, ചിലപ്പോൾ ഒരാഴ്ചയാണോ 2 ആഴ്ചയാണോ മാസങ്ങളാണോ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ചിലപ്പോൾ നാം പരീക്ഷിക്കും. ഒരു ബ്രാക്കറ്റ് പീരീഡ് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞ പോലെ ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ട്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും, അത് വരും നിശ്ചയം, അത് യാതൊരു തടസ്സവുമില്ല. പക്ഷേ അതിന് ബന്ധപ്പാട് ഓടുന്നു, തടസ്സങ്ങളുണ്ട്, വരും നിശ്ചയം, ബന്ധപ്പാട് ഓടുന്നു. പ്രാർത്ഥനയാൽ തടസ്സങ്ങളെ മാറുന്നു. തടസ്സം മാറിക്കഴിയുമ്പോൾ ആ ദർശനം നമ്മൾ പ്രാപിക്കുന്നു, നാം അനുഭവിക്കുന്നു, അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുന്നു എന്നുള്ള കാര്യം ഹബക്കൂക്ക് പ്രവാചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ഇവിടെ ഏലിയാവ് താൻ കൊടുത്ത ദൂത്, തന്നോട് കൊടുത്ത ദൂത്, അത് തന്നെ തൻ്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളായി ദൈവം പരീക്ഷിച്ചു. 3-ാമത്തെ ഘട്ടത്തിൽ കർമ്മേൽ പർവ്വതത്തിൽ യഹോവയുടെ നാമത്തിൽ ആരാധന വെളിപ്പെടുത്തി, സ്വർഗത്തിലെ തീ ഇറങ്ങി. ഹല്ലേലൂയ. നമുക്കറിയാം, അതിനുശേഷം 3-ാമത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ തൻ്റെ ദൂത് അവിടെ പ്രാബല്യത്തിൽ കടന്നു വന്നു. ദൈവമക്കളെ, അപേക്ഷിച്ചത് എന്തെങ്കിലും, ഹല്ലേലൂയ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, റഖമന ശാന്തന ദിഗത്തന, ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെയുള്ള വിഷയമാണ്, ഈ വിഷയം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഞാൻ എൻ്റെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിച്ചാൽ ഇവിടെ ഹല്ലേലൂയ ഏലിയാവ് പറഞ്ഞ ദൂത് പ്രാബല്യത്തിൽ വന്നത് അത് 3-ാമത്തെ ഘട്ടത്തിൽ. പക്ഷെ ഇതിനെ എടുത്തുകൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ഏലിയാവ് അപേക്ഷിച്ചതിനെ ദൈവം നൽകി കൊടുത്തു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ, ബ്ലോക്കായി കിടപ്പുണ്ടെങ്കിൽ, ഇന്ന് ഈ സമയം അതിമേൽ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അത് നിശ്ചയമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ വെറുതെ പറയുന്നില്ല, പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാണ്. ചില മിനിറ്റുകൾ, മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നീറിപ്പോകുന്ന വിഷയമാണോ, രോഗബന്ധനമാണോ, സമാധാനം നഷ്ടപ്പെട്ട വിഷയമാണോ, കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ വിഷയമാണോ, ഏത് വാലിമർ വിഷയമായിട്ടാണ് ഇന്ന് പകൽ കടന്നു വന്നിരിക്കുന്നത്, പറയാതെ വന്നിരിക്കുന്ന വിഷയം ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ മിനിറ്റുകൾ കഴിയുന്ന മുമ്പ് തന്നെ ആ വിഷയമേൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും. അതിനുള്ള സന്തോഷ വാർത്ത കേൾക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തി ഈ സമയത്തിന് നടന്നു കഴിഞ്ഞു എന്നാണ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഒരു വ്യത്യസ്ത അനുഭവത്തിൽ കൂടി
ഹല്ലേലൂയ സ്തോത്രം. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഏലിയാവ് അപേക്ഷിച്ചതിനെ നൽകി കൊടുത്തു. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന വിഷയവും ഏലിയാവിന്റെ വിഷയം തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഈ വിഷയത്തിന്മേൽ ഹല്ലേലൂയ എന്നെ കാണിച്ച ഈ വിഷയമാണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ച നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾ കിട്ടും. ഇന്ന് ഈ പകൽ സമയം, പ്രഭാതത്തിൽ, രാവിലെ സമയം നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ സംസാരത്തില്, നോട്ടത്തില്, ചിന്തയില്, പ്രവൃത്തിയില്, വാക്കില്, ഇടപാടില്, സകലത്തിലും നമ്മൾക്ക് ജീവിതത്തിൽ കുറ്റങ്ങളും കുറവുകളും സംഭവിച്ചേക്കാം. ഹല്ലേലൂയ സ്തോത്രം. കർത്താനദാസൻ റിജി ബ്രദർ പറഞ്ഞതുപോലെ ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് സ്ഥാപനത്തിൽ നല്ലൊരു ജോലിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ ജോലി രാജിവെച്ചിറങ്ങുന്നത്. ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞു. 60ാമത്തെ വയസ്സ് വരെ ജോലി ചെയ്യുകയാണെങ്കിൽ ഏകദേശം 80,000 രൂപ അടുത്ത് പെൻഷൻ കിട്ടുന്ന ജോലിയായിരുന്നു. പക്ഷേ എൻ്റെ ഉദരരോഗത്താൽ, കുടൽ പഴുത്ത അസുഖം, അങ്ങനെ ഒരു വലിയൊരു അസുഖം, ഉദരരോഗത്താൽ ദൈവം എന്നെ പിടിച്ചു. അങ്ങനെ ഉദരരോഗത്തെ ദൈവം എന്നെ പിടിച്ചു. എന്നോടുള്ള ദൈവത്തിന്റെ കോളിംഗ് ജോലി രാജിവെച്ചിറങ്ങാനാണ്. ചിലരുടെ കോളിംഗ് ജോലിയോടുള്ള സുവിശേഷ വരെയാണ്. പക്ഷേ ഞാൻ അത് ഇറങ്ങാതെ ഇരിക്കുമ്പോൾ വീണ്ടും എൻ്റെ ജീവിതത്തിൽ അടിക്കടി വിഷയങ്ങൾ, പ്രയാസം കടന്നു വന്നപ്പോൾ ഞാൻ ആ ജോലി രാജിവെച്ചാണ് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയത്. ഞാൻ പറയട്ടെ, അങ്ങനെ ഭാരത്തോടെ, ദുഃഖത്തോടെ, പ്രയാസം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കടന്നു വന്നു, ഇപ്പോഴും കടന്നു വരുന്നുണ്ട്, കടന്നു വന്നിട്ടുണ്ട്. അവിടെ എല്ലാം ൊക്കെ കുറെ അറിയാം. അവിടെ എല്ലാം ദൈവം മാനിച്ചു. ഇത്രത്തോളം നടത്തിയ ദൈവത്തെ ഞാൻ ഓർത്ത് വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ഏലിയാവിനോട് പറഞ്ഞ ദൂതിന്റെ വിഷയം, അപേക്ഷ എന്ന് എടുത്ത് കാണിച്ചിരിക്കുന്നത് യാക്കോബ് അപ്പോസ്തലനാണ്. ഏലിയാവിനോട് യഹോവയുടെ ആത്മാവ് ദൂതാണ് പറഞ്ഞത്. പക്ഷേ വെളിപ്പാടിൽ യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഏലിയാവിന്റെ അപേക്ഷ ദൈവം കേട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. രാജാക്കന്മാർ പുസ്തകത്തിൽ പറയുമ്പോൾ അപേക്ഷ എന്ന് കാണുന്നില്ല, എന്നാൽ യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ അപേക്ഷ എന്ന് കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം എടുത്തത്. ഇന്ന് ഈ പ്രഭാത സമയത്ത് ഈ സൂമിറ്റിലായിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മൾ അപേക്ഷിച്ചതിനെ എന്തെങ്കിലും എന്ന് പറഞ്ഞതിൽ ആ ദൈവം അത് നൽകി തന്നിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ആയിരിക്കുന്നു. ലാസ്റ്റ് ഒരു ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിലിരിക്കാം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് തന്നെ ഞാൻ ഒരു വിഷയം എടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. നമുക്കറിയാം, ലാസർ, മാർത്ത, മറിയ, ആ കുടുംബത്തെ കുറിച്ച് നമുക്കറിയാം. അവിടെ ഒരു വിഷയമുണ്ട്. ലാസറിന് ധീരമായി കിടക്കുന്ന വിഷയം. യേശുവിനെ ദൂതന്മാരാൽ യേശുവിനെ വിവരം അറിയിക്കുന്നു. യേശു പിന്നീട് ചെല്ലുന്നത് 4 ദിവസമാണ്. 4 ദിവസം എന്നുകൊണ്ട് യേശു ചെന്നു. അങ്ങനെയുള്ള ചില ചരിത്ര സംഭവങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. പക്ഷേ അവിടെ യേശു 4-ാം ദിവസം അവിടെ ചെന്നപ്പോൾ മാർത്തയുണ്ട്, മറിയുണ്ട്. അവർ രണ്ടും ദുഃഖിച്ചിരിക്കുന്നു. അവരോട് സംസാരിക്കുന്നു, വിശ്വസ ദൈവത്തിന് മഹത്വം കാണും എന്നൊക്കെ അവിടെ പറയുന്നു. എങ്കിലും യേശു കല്ലറയുടെ വാതിൽക്കൽ ചെന്നിട്ട് 1-2 വാചകങ്ങൾ പറയുന്നുണ്ട്. യേശു മേട്ടു നോക്കി ഉള്ളം നൊന്ത് കലങ്ങി. യേശു പിതാവാം ദൈവത്തോട് പറയുന്നത്, പിതാവാം ദൈവമേ, യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ചുറ്റും പുരുഷാരം വിശ്വസിക്കേണ്ടതിന് ഞാൻ പറയുന്നു. അവിടുത്തെ ഒരു ചെറിയ സംഭവം നമുക്കറിയാം. ആ ലാസർ മരണപ്പെട്ടു. കല്ലറയുടെ മുന്നിൽ യേശു വന്നു, കല്ല് മാറ്റാൻ പറഞ്ഞു. കല്ല് മാറ്റി. പരിഹസിക്കുന്ന യഹൂദന്മാർ, പരിഹസിക്കുന്ന ഒരു കൂട്ടം ജനം, കരയുന്ന ഒരു കൂട്ടം ജനം. അങ്ങ് ആ ജനത്തിന് മുന്നിൽ നിന്നും യേശു കല്ലറയുടെ മുന്നിൽ നിന്ന് കല്ല് മാറ്റാൻ പറഞ്ഞു. പക്ഷേ അപേക്ഷത്തിന് ദൈവം കൊടുത്തു. പക്ഷെ അപേക്ഷത്തിന് ദൈവം കൊടുത്തപ്പോൾ കല്ലറ നോക്കി, കല്ലറ മാറ്റുവാൻ പറഞ്ഞു. കല്ലറയുടെ മുന്നിൽ കല്ലുരുട്ടി വെച്ചിരിക്കുന്നു. കല്ല് മാറ്റുവാൻ പറഞ്ഞു. കല്ല് മാറ്റി. ലാസർ ജീവനോടെ പുറത്തു വന്നു. പക്ഷെ ലാസർ ജീവനോടെ പുറത്തു വന്നുവെങ്കിലും അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതൽ അല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അവൻ കെട്ടപ്പെട്ടവനായിട്ട് മടങ്ങി വന്നു. യേശു പിതാവ് ദൈവത്തോട് അപേക്ഷിച്ചു.
യേശു പിതാവ് ദൈവത്തോട് അപേക്ഷിച്ചു, അത് തന്നെ പിതാവ് ദൈവം നൽകിക്കൊടുത്തു. അവൻ കെട്ടപ്പെട്ടവനാ ജീവനോടെ കല്ലറയുടെ പുറത്തു വന്നു. ആ ഒരു സംഭവം ഒരു മർമ്മമാണത്. ആ ഒരു സംഭവം നമുക്കറിയാം. പിന്നീട് അവൻ സ്വാതന്ത്ര്യം പ്രാപിച്ചത്, അപേക്ഷതിനെ ദൈവം കൊടുത്തു, പിതാവ് കൊടുത്തു എങ്കിലും സ്വാതന്ത്ര്യം പ്രാപിച്ചത് യേശു പറഞ്ഞു അവനെ കെട്ടഴിപ്പീൻ. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപേക്ഷ കഴിച്ചിരിക്കുന്ന, യാചന കഴിച്ചിരിക്കുന്ന, മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരിക്കുന്ന, നമ്മൾ യാചിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ആ വിഷയം അത് പൂർണ്ണതയിൽ എത്താതെ അതിൽ വാഗ്ദത്തം പ്രാപിക്കാതെ കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥ. ഞാനും നിങ്ങൾ അപേക്ഷിച്ച വിഷയം കർത്താവ് നൽകി തന്നിരിക്കുന്നു. പക്ഷേ നമ്മളെ പരീക്ഷിക്കുവാൻ, ചില കൃപാവര ശുശ്രൂഷയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ, നമ്മുടെ ശുശ്രൂഷ മധ്യത്തിൽ കടത്തിക്കൊണ്ടുപോകാൻ, ചില കൃപാവര ശുശ്രൂഷ കടത്തിക്കൊണ്ടുപോകാൻ കർത്താവ് ചിലപ്പോൾ ചില ചോദന കൂടി പരീക്ഷണഘട്ടമായി നമ്മളെ ഹല്ലേലൂയ നിർത്തിയിരിക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ അവിടെ ലാസർ പുറത്തു വന്നോ, കെട്ടപ്പെട്ടവനായി പുറത്തു വന്നോ. പക്ഷേ യേശു പറഞ്ഞു അവന്റെ കെട്ടഴിപ്പിൻ. കെട്ടഴിച്ചപ്പോൾ ലാസർ സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് പറഞ്ഞതുപോലെ എന്റെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചില രോഗാത്മാവ്, ഹല്ലേലൂയ സ്തോത്രം, രോഗാത്മാവ് മാറിയിട്ട് പൂർണ്ണമായുള്ള സൗഖ്യം പ്രാപിക്കാതിരിക്കുവാൻ, ഹല്ലേലൂയ, കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥിച്ച് കൃപാവര ശുശ്രൂഷയോടുകൂടി, ഹല്ലേലൂയ, ദൈവവചന അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൽ യേശുക്രിസ്തുവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട്, ഹല്ലേലൂയ, നമ്മൾ ശക്തമായിട്ട്, ഹല്ലേലൂയ, നമ്മൾ പതറിപ്പോകാതെ, ക്ഷീണിക്കാതെ, ഹല്ലേലൂയ, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കെട്ടപ്പെട്ടവനായി ലാസർ വന്നുവെങ്കിലും പക്ഷെ യേശു പറഞ്ഞു അവന് കെട്ടടിപ്പീൻ. നമുക്ക് അപേക്ഷിച്ച് ചില വിഷയം കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്, പക്ഷെ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നത് പല വിഷയങ്ങളും, പല വാഗ്ദത്തങ്ങളും മുടങ്ങിക്കിടക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ, ഹല്ലേലൂയ, നാം പ്രാർത്ഥനയിൽ, ഹല്ലേലൂയ, ശക്തി പ്രാപിക്കണം. ദൈവം ചിലർക്ക് ദർശനം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദർശനം വ്യാഖ്യാനിക്കുവാൻ കഴിവില്ലാത്ത അവസ്ഥ. ഒരിക്കൽ ദർശനം വ്യാഖ്യാനിച്ചവരാണ്, ഇപ്പോൾ വ്യാഖ്യാനമൊക്കെ നിന്നുപോയി. സ്വപ്നങ്ങളിൽ പലർക്കും കൊടുത്തിട്ടുണ്ട്, സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവ് വ്യാഖ്യാനിക്കാനുള്ള കൃപ കാണത്തിലായിരിക്കാം. അതിനുവേണ്ടി ദൈവത്തോട് ചോദിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പറയണം. അത് നിമിത്തം നമ്മൾ ഉണ്ടാകുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും, അത് നിമിത്തം നമ്മൾ ഉണ്ടാകുന്ന ചില കെട്ടുപാടുകളും, അതുകൊണ്ട് ഇന്ന് ഈ പകൽ സൂം മീറ്റിംഗിൽ, ഹല്ലേലൂയ, വിവിധ സ്ഥലങ്ങളായിരിക്കുന്നവർക്ക് വിവിധ സമയങ്ങളൊക്കെ ആണല്ലോ. എന്നാൽ ഹല്ലേലൂയ, പകലായിരിക്കുന്നവരുണ്ട്, രാത്രിയിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരും എന്നോടും കൂടെ ഞാൻ പറയുകയാണ്, ഹല്ലേലൂയ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് നാം വിശ്വസയോടെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അത് മങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രാർത്ഥിച്ചുണരുക. അത് ഹല്ലേലൂയ, വചനം ആഴത്തിലേക്ക് ഇറങ്ങുവാൻ, ഹല്ലേലൂയ, ഒരു കാലത്ത് നമുക്ക് വചനം ആഴത്തിലേക്ക് ഇറങ്ങുവാൻ നമ്മൾ ദൈവത്തോട് അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു, വചനം ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ദൈവം കൃപ നൽകി. ഇപ്പോൾ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ സാധിക്കുന്നില്ല, മർമ്മങ്ങളും പൊരുളും വെളിപ്പെട്ട് വരുന്നില്ല. ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിൽ നിന്നൊരു നമുക്ക് വീട് നൽകി തരും. ഞാൻ എൻ്റെ ഈ ദൂതുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വിഷയത്തിൽ ഞാൻ വിട്ടുമാറുകയില്ല. അപേക്ഷിച്ചതിനെ ദൈവം നൽകി തരും. നിങ്ങൾ എന്ത് യാചിച്ചാലോ, ഇത് ഞാൻ വിശ്വാസത്തോടു കൂടി പരിശുദ്ധാത്മാവിൽ ശക്തമായിട്ട് വിശ്വാസത്തോട് പറയാണ്. ഇന്നത്തെ സൂം മീറ്റിംഗിൽ ഈ വചന ശുശ്രൂഷയിൽ ദൈവം, ഹല്ലേലൂയ, അസാധ്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ട് ഈ അവിടെ സൂം മീറ്റിൽ പങ്കെടുത്ത ദൈവമക്കളോട് പറയാണ്, നിങ്ങൾ ചോദിച്ചതിലും നിലച്ചതിലും അപ്പുറമായി ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി അത് കണ്ടിരിക്കുന്നു. അതെനിക്ക് വിശ്വാസ കണ്ണാൽ കാണാം, ആത്മ കണ്ണുകൊണ്ട് കാണാം. അതെന്റെ ശരീരത്ത്, അതിന്റെ സ്പർശനത്താൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തി ഓർത്തിയാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, നന്ദി, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഒരു വ്യത്യസ്ത രീതിയിൽ കൂടിയാണ് ഈ വിഷയം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത്. അതുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം, ദൈവത്തോട് എത്ര നാൾ കൊണ്ട് യാചിച്ചു, എത്ര മാസം കൊണ്ട് യാചിച്ചു, എത്ര വർഷം കൊണ്ട് യാചിച്ചത് ലഭിച്ചത് കിട്ടിക്കാണാം, പക്ഷെ കിട്ടാതെ പോയി കാണാം. ചിലപ്പോൾ ദൈവം മറന്നതല്ല, അവൻ നമ്മളെ പരീക്ഷിക്കും. ചിലപ്പോൾ യാക്കോബ് ചിലപ്പോൾ നമ്മളെ പരീക്ഷയിൽ കൂടി നമ്മളെ നല്ല ശോഭയായിട്ട് പുറത്തു
കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതി കാണാം. ഇന്ന് പകൽ നമുക്ക് ഏൽപ്പിച്ചുകൊടും. കർത്താവേ, ഞങ്ങളിലുള്ള വാഗ്ദത്തം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞല്ലോ, കർത്താവേ, ഞങ്ങളിലുള്ള ഒരു വാഗ്ദത്തമുണ്ട്, അത് നിറവേറണം. ഹല്ലേലൂയ. ഞങ്ങളിലുള്ള വാഗ്ദത്തം നിറവേറുവാൻ വേണ്ടി കർത്താവെ, അതിനുള്ള തടസ്സങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്, ആ കുറ്റങ്ങൾ ഉള്ളത് കർത്താവെ ക്ഷമിക്കണമേ. അത് നീക്കി തന്ന, കരൾ മാറ്റി തന്ന കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ വാഗ്ദത്തം നിറവേറുവാൻ കർത്താവെ ഞങ്ങൾ ശക്തമായിട്ട് അവിടുന്ന് യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയം, കടമാരുടെ വിഷയം, രോഗാത്മാവ്, ജോലിയുടെ വിഷയം, ഇങ്ങനെയുള്ള സകല വിഷയം, കുടുംബത്തിനകത്ത് സമാധാനം നഷ്ടപ്പെട്ട വിഷയം, കുടുംബാന്തരീക്ഷം ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത വിഷയം, ഇങ്ങനെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ വിഷയങ്ങളാണ്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് സമാധാനം നഷ്ടപ്പെട്ട വിഷയം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇന്ന് തന്നെ ഹല്ലേലൂയ, ആരെങ്കിലും അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരാരും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരും രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, പുറത്തു പറയാതെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് അതിന്മേൽ ജയമുണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, കൃപാവരങ്ങൾക്ക് വേണ്ടി, ആത്മീയമായ നന്മകൾക്ക് വേണ്ടി അഭിഷേകം പ്രാപിക്കുവാൻ, പ്രവചനം ലഭിക്കുവാൻ, ദൂത് പ്രാപിക്കുവാൻ, വെളിപ്പാട് ലഭിക്കുവാൻ, ദർശനം വ്യാഖ്യാനിക്കുവാൻ വേണ്ടി അപേക്ഷിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബ ജീവിത വിഷയം, കടഭാരം, ജപ്തി നോട്ടീസുകൾ, രോഗബന്ധനങ്ങൾ, ഭവനങ്ങളിൽ നഷ്ടപ്പെട്ട വിഷയം, മക്കളുടെ വിദ്യാഭ്യാസം, ഫീസ് വിഷയം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ദൈവത്തോട് നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, പരിശുദ്ധം അങ്ങനെയാണ് എന്നോട് പറയുന്നത്. അതിന്മേൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവം അതിന്മേൽ ഹല്ലേലൂയ സ്വരം എല്ലാ മുഖാന്തരങ്ങളും അയച്ചിട്ടുണ്ട്. ചില വിഷയങ്ങൾ ഒരു ദൂതോടെ പറയുമ്പോൾ ഇപ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ച വിഷയമാണ്. ചില വിഷയം സ്വർഗത്തിലെ കോടതി വ്യവഹാരം നടത്തി ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഒട്ടും താമസം കൂടാതെ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഹല്ലേലൂയ. 7 മണി സമയം കഴിഞ്ഞല്ലോ. എൻ്റെ വാച്ചില് എത്രത്തോളം സമയം, ഹല്ലേലൂയ, ചില സെക്കൻഡുകൾ, ചില സമയം, മിനിറ്റുകൾ ദൈവത്തെ സൂക്ഷിക്കുവാൻ, ദൈവം തന്ന കൃപകളെ ഓർത്തിയാൻ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെയുള്ള വിഷയമെടുത്ത് ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുപോയെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ തന്ന ഒരു ഗൈഡൻസ് ആണ്. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ തന്ന ഒരു ഗൈഡൻസ് ആണ് ഈ വിഷയങ്ങളെടുത്ത് സംസാരിച്ചത്. ഇതൊരു ദൈവമക്കളെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, ഒരു വിടുതലായി തീരട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇതിനുവേണ്ടി മുഖത്തെ ഒരുക്കി തന്ന കർദാസൻ റജിക്കോശി, എൻ്റെ ബ്രദർ കർദാസൻ റജിക്കോശിയോടും ഇതിന്റെ ഭാര്യയോട് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. അടിയങ്ങളിൽ ശുശ്രൂഷയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരിക്കൽ കൂടി എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ്. സ്തോത്രം.